മാറ്റമില്ലാത്ത ഒന്ന് ഉണ്ടായിരിക്കണം. എപ്പോഴുമുള്ള ഒന്നിൽ നിന്ന് നോക്കിയാലേ മാറിക്കൊണ്ടിരിക്കുന്നതിന് അറിയാൻ പറ്റുള്ളൂ. അപ്പം മാറ്റമില്ലാത്തത് എന്താണ്? ഇതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ജാഗ്രത് ലോകത്തിനെ എടുത്ത് പഠിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇതിൽ ഈ ജാഗ്രതുമായിട്ട് ചേർന്ന് നിൽക്കാതെ മാറി നിൽക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. ഇപ്പൊ ജാഗ്രത് അവസ്ഥയിൽ അല്ലെങ്കിൽ ജാഗ്രത് ലോകത്തിൽ ഞാൻ ഉണ്ട്, നമുക്ക് കണ്ടു, ഈ അനുഭവം എല്ലാം ഉണ്ട്. സ്വപ്ന അവസ്ഥയിലേക്ക് മാറുമ്പോൾ ഈ ലോകമില്ലെങ്കിലും സ്വപ്നത്തിലൊരു ലോകമുണ്ട്, അവിടെ മറ്റൊരു ഞാനുണ്ട്, സ്വപ്നലോകത്തിൽ ഒരു ഞാനുണ്ട്. പക്ഷേ നമ്മൾ ഉണർന്നു കഴിയുമ്പോൾ സ്വപ്നലോകത്തിലെ ഞാൻ എന്നതിന് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്, ജാഗ്രത് ലോകത്തിലെ ഞാൻ എന്നതിനെ ഞാൻ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ രണ്ടിലും ഇല്ലാത്തൊരു ഞാൻ അപ്പോഴും ഉണ്ട്. ഇതേപോലെ സുഷുപ്തി അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ജാഗ്രതയിൽ ഉണ്ടായിരുന്ന ഞാൻ സ്വപ്നാവസ്ഥയിലും ഉണ്ട്, സ്വപ്നലോകത്തിലും ഉണ്ട്, സുഷുപ്തി ലോകത്തിലും ഉണ്ട്. മാറ്റമില്ലാത്തൊരു ഞാൻ ഉണ്ട്. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ള ജാഗ്രത അവസ്ഥയിൽ ഇല്ലാത്ത, അതുമായിട്ട് ചേരാത്ത ഒരു ഞാൻ ഉണ്ട് എന്നുള്ളതാണ്. അതിനെ നോക്കി കാണുന്ന ഞാനുണ്ട്, സ്വപ്നത്തിനെ കാണുന്ന ഞാനുണ്ട്, സുഷുപ്തിയെ കാണുന്ന ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ആഴത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ജാഗ്രത് ലോകത്തിനാൽ സ്വാധീനിക്കപ്പെടാത്ത ഞാൻ ഉണ്ട്, സ്വപ്ന ലോകത്തിനാൽ സ്വാധീനിക്കപ്പെടാത്ത ഞാനുണ്ട്, സുഷുപ്തി ലോകത്തിനാൽ സ്വാധീനിക്കപ്പെടാത്ത ഞാനുണ്ട്. ഇതെല്ലാവരും അനുഭവമാണ്. അങ്ങനെയാവുമ്പോൾ ഒന്നും കൂടി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ജാഗ്രതത്തിലെ മാറ്റങ്ങൾ എന്നെ ബാധിക്കുന്നില്ല, സ്വപ്നത്തിലെ മാറ്റങ്ങൾ എന്നെ ബാധിക്കുന്നില്ല, സുഷുപ്തിയിലെ മാറ്റങ്ങൾ എന്നെ ബാധിക്കുന്നില്ല. സുഷുപ്തിയിൽ മാറ്റമില്ല, പക്ഷെ അനുഭവങ്ങളൊന്നുമില്ല എന്നൊരു അനുഭവം അവിടെയുണ്ട്, അജ്ഞാനം. ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനിയാണ് അടുത്ത പോയിന്റ്. ജാഗ്രതയിലെ മരണം, മൃത്യു, ജാഗ്രതയിലെ മാറ്റങ്ങളൊന്നും എന്നെ സ്വാധീനിക്കുന്നില്ലെങ്കിൽ, മാറ്റുന്നില്ലെങ്കിൽ ജാഗ്രതയിലെ മരണം, സ്ഥൂല ശരീരത്തിൻ്റെ ഇല്ലായ്മ എന്നെ ഇല്ലാതെയാക്കുമോ? ഇല്ല. കാരണം ജാഗ്രത എന്നെ ബാധിക്കുന്നു. നമ്മുടെ അനുഭവത്തിനെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം അത്.